അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും അതുപോലെ ഒരു തവണയെങ്കിലും എൻ്റെ വീഡിയോ വിസിറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഞാൻ താങ്ക് യു പറയാണ്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോ യൂപ്പറിനെ പറ്റിയിട്ടുള്ളതായിരുന്നു. സോ അത് കണ്ടിട്ട് തന്നെ എന്നോട് ഒത്തിരി പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ചെയ്ത ഏജൻസി ഏതാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള എല്ലാവരോടും, ഈ ഏജൻസിയുടെ കാര്യം ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുള്ള എല്ലാവരോടും ഞാൻ അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഏജൻസി ചേച്ചി ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആകെ എന്നുള്ളത് എനിക്ക് എന്താ പറയുക, എൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചേച്ചിയായിരുന്നു ചെയ്തത്. അത് ഭയങ്കര വൃത്തിക്ക് തന്നെ എനിക്ക് ചേച്ചി ചെയ്തൊന്നും അധികം ലാഗ് ഒന്നും അടുപ്പിച്ചില്ല. അതുപോലെ ഒരു ന്യായമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു റേറ്റിലുമാണ് ചേച്ചി എനിക്ക് അത് ചെയ്തു തന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിവിടെ ജർമ്മനി വന്നു, ഞാനിപ്പോൾ ഇവിടെ EU ആയിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോഴും ഞാൻ EU ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്തിരുന്നാൽ പോലും ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പോലും ആ ഒരു റിലേഷൻ ആ ചേച്ചി എനിക്ക് കട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ പോലും എനിക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ട്, ആ ചേച്ചി നല്ല വൃത്തിക്ക് എനിക്കെല്ലാം പറഞ്ഞു തരും. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചേച്ചീനെ ഭയങ്കര വിശ്വാസമാണ്. സോ ഇപ്പോൾ എനിക്ക് ചെയ്തു തന്നത് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സിനും, എൻ്റെ ഇപ്പോൾ 2 ഫ്രണ്ട്സ് എൻ്റെ ഇപ്പോൾ ജർമ്മനിയിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അവരെയും ഹെൽപ്പ് ചെയ്ത ചേച്ചിയാണ്. അവർക്കും അധികം ലാഗ് ഉണ്ടായിട്ടില്ല. ഇനിയും എനിക്ക് ഒരു ഫ്രണ്ടും കൂടി വരാനുണ്ട്, അവർക്കും ഈ ചേച്ചി തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. സോ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്ത ഈ ഏജൻസി ചേച്ചീനെ എനിക്ക് വിശ്വാസമാണ്, 100% എനിക്ക് വിശ്വാസമാണ്. അപ്പോൾ എല്ലാവരോടും, എന്നോട് ഈ ഏജൻസിയുടെ കാര്യം ചോദിച്ച് വന്നിട്ടുള്ള എല്ലാവരോടും ഞാനിതിൻ്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ ഏജൻസിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുമാത്രമല്ല, അതുപോലെ തന്നെ ഈ ഏജൻസിയുടെ കാര്യം അല്ലാതെയും കുറേ സംശയം ചോദിച്ചിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി എങ്ങനെയാണ് ഇതുകൊണ്ട് കാര്യമുണ്ടോ, ഇത് വന്ന് രക്ഷപ്പെടുമോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഒരു എന്താ പറയുക, അവർക്ക് എന്താ പറയുക, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ആൻസർ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും മിസ്സായിപ്പോയിട്ടുണ്ടെങ്കിൽ അവരോട് എല്ലാവരോടും ഞാൻ സോറി ചോദിക്കുകയാണ്. വൈകാതെ എല്ലാവർക്കും റിപ്ലൈ ആയിരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ കുറേ പേര് വന്നിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ്, ചേച്ചി ഈ VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല, ഏജൻസിക്കാർ ഇങ്ങനെ എന്താ പറയുക കുറച്ച് ലാഗ് ആക്കുന്നു, അത് ഉള്ളതാണോ, നമ്മളെ പറ്റിക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എന്താ പറയുക, വേറെ ഏജൻസിയിൽ പകുതി വരെ ചെയ്ത് ഈ VFSൻ്റെ കാര്യം മാത്രമായിട്ട് നിൽക്കുന്നവരൊക്കെയാണ് കൂടുതലും വന്ന് നോക്കുക. അവർ പെട്ടെന്ന് വന്നിട്ട് ചേഞ്ച് ചെയ്യുക, ചേച്ചി ഇന്നതുപോലെയാണ് കാര്യം, VFSൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് ഭയങ്കര ലാഗാണ്, അപ്പോൾ ചേച്ചി ചെയ്ത ഏജൻസി നമ്പർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മിക്കവരും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അവർക്കൊക്കെ ഇനി VFSൻ്റെ ഒരു സംഭവമാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ചെയ്യാൻ പോകുന്ന ഒരാൾക്കാർക്ക് ഒരു സംശയം വരുന്നുണ്ട്. സോ അങ്ങനെയുള്ളവരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ അതിനെല്ലാത്തിനായിട്ടൊരു ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആരും കാണാതെ പോകരുത്, മസ്റ്റ് വാച്ച് ആണ്, എല്ലാവരും കാണുക. ഓക്കെ, പൊതുവെ ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് പറയാമെന്നുണ്ടെങ്കിൽ, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു ഫാമിലി EU ആയിട്ട് വരുമ്പോൾ നമ്മൾ ഏറ്റവും പാടായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫാമിലീനെ ഫൈൻഡ് ചെയ്തെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, VFSലെ കാര്യമായിരുന്നു ഏറ്റവും പാട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇന്നതുപോലെ EU ആയിട്ട് വരാൻ താല്പര്യമാണ്, എനിക്ക് ചേച്ചിയുടെ അടുത്ത് പ്രോസസ്സിങ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം, എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചേച്ചി ഫസ്റ്റ് ഞാനിത് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു, ഓക്കെ നമുക്കെന്നാൽ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് നമുക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് എടുക്കാമെന്നുള്ളതായിരുന്നു. അങ്ങനെ ചേച്ചി എനിക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് നോക്കിയിട്ടൊക്കെ ഭയങ്കര പാടായിരുന്നു. കാരണം ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസും എല്ലാം വരുന്ന ഒരു ടൈം കൂടിയായിരുന്നു. സോ എന്തിരുന്നാൽ പോലും എനിക്ക് 2 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് VFSൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോഴേ ഞാൻ വിചാരിച്ചു, ഓക്കെ VFSൽ അപ്പോയിൻമെൻറ്റ് 2 മാസം കഴിഞ്ഞ് കിട്ടിയാലും എൻ്റെ ഫാമിലി റെഡി ആവണമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്തിരുന്നാൽ പോലും ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ പ്രൊഫൈലെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ എനിക്ക് 2-3 ഫാമിലിയുടെ റിക്വസ്റ്റ് വന്നു. രണ്ടാമത്തെ 3ാമത്തെ ഫാമിലിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട്, അവർക്കും എന്നെ ഇഷ്ടപ്പെട്ട് ഫുള്ളി ഓക്കെ ആയത്. അങ്ങനെ ഈ ഫാമിലി പറഞ്ഞു, ഓക്കെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ കാര്യങ്ങൾ നോക്കൂ, ഞങ്ങൾ ഇവിടുത്തെ കോൺട്രാക്റ്റും കാര്യങ്ങളെല്ലാം അയച്ചു തരാം, നിങ്ങൾ VFSൽ അപ്പോയിൻമെൻറ്റ് എല്ലാം സെറ്റായിട്ട് പറയാനാണ് എന്നോട് ഇവർ പറഞ്ഞത്. സോ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രതീക്ഷകളും തെറ്റി. എൻ്റെ ഫസ്റ്റ് ഡേ എനിക്ക് പെട്ടെന്ന് റെഡിയായത് എൻ്റെ ഫാമിലീനെ ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങളുടെ കിടപ്പെന്നുള്ളത്. അപ്പോൾ ഈ ഒരു മാസം പിന്നെ ഞാൻ 1 മാസം 2 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ പേപ്പേഴ്സ്, എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എനിക്ക് VFSൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, VFSൽ പോയിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാം അവിടുത്തെ തിരക്ക്. ഞാൻ അന്ന് പോയ ടൈമിൽ എൻ്റെ പൊന്നോ, ഞാൻ എൻ്റെ അമ്മേനെ കൊണ്ടാണ് പോയത്. അമ്മയ്ക്ക് പോലും അവിടുത്തെ മുറ്റത്ത് പോലും നിൽക്കാൻ പറ്റില്ല, റോഡിൽ പോലും നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയല്ലായിരുന്നു, അത്രയ്ക്ക് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ഭയങ്കര തിരക്കാണ്. അപ്പോൾ പൊതുവേ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കസിൻസ് ചിലപ്പോൾ യൂറോപ്പിലുള്ളവരുണ്ടായിരിക്കാം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ യൂറോപ്പിൽ പോയിട്ടുള്ളവരൊക്കെ ആയിരിക്കാം. അപ്പോൾ അവരുടെയൊക്കെ ഒരു സിറ്റുവേഷൻ, അവരുടെയൊക്കെ VFSലെ കാര്യങ്ങൾ ചോദിച്ചാൽ തന്നെ നിങ്ങൾക്കും ഏകദേശം മനസ്സിലാവും.
പിന്നെ നമ്മൾ പോകുന്ന ഓരോ എന്താ പറയുക ഓരോ സീസൺ അനുസരിച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം VFSൽ എന്തൊക്കെ പറഞ്ഞാലും വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ VFS ഓപ്പൺ ആയിട്ടുള്ളൂ. കാരണം മൺഡേ ടു ഫ്രൈഡേ വരെയാണ് അവരുടെ വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അതുപോലെ ഏജൻസിക്കാർക്ക് ഇപ്പോൾ 100 പിള്ളേർ ഒരു ഏജൻസിയിൽ 100 പിള്ളേരുണ്ടെങ്കിൽ ആ 100 പേരെ നമുക്ക് ഒറ്റയടിക്ക് VFSലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ഇവർക്ക് ഏജൻസിക്കാർക്ക് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും എൻ്റേത് ഫസ്റ്റ് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം നമുക്ക് മുന്നേ ചെയ്ത പിള്ളേർക്കും എല്ലാവർക്കും എത്തണം, പുറത്ത് പോകണം, രക്ഷപ്പെടണം എന്നുള്ള മൈൻഡിലുള്ളവരാണല്ലോ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കാമെന്നാണ് ഞാൻ പറയാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു അറിവിൽ കേരളത്തിൽ കൊച്ചിയിൽ മാത്രമാണ് VFSൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. ട്രിവാൻഡ്രത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ബാംഗ്ലൂരും ഓക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നിയർ ആയിട്ടുള്ള നമുക്ക് ബാംഗ്ലൂർ, ചെന്നൈ അതൊക്കെയാണ് നമുക്ക് കൊച്ചി കഴിഞ്ഞാലുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ജർമ്മനിക്ക് EU പെയറായിട്ട് വരുമ്പോൾ നമുക്ക് കൊച്ചിയിലും ബാംഗ്ലൂരിലും മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ചെന്നൈയിൽ നമുക്ക് വെക്കാൻ പറ്റില്ല. അതൊന്നാമത്തെ കേസ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു കൊച്ചിയിൽ ഞാൻ വെച്ചിരുന്നത് കൊച്ചിയിലായിരുന്നു. അപ്പോൾ കൊച്ചിയിലത്തെ കാര്യം തന്നെ നിങ്ങൾക്കറിയാം. നമുക്ക് എന്താ പറയുക ഈ ഷെൻഗൻ വിസയിലും അതുപോലെ സ്റ്റുഡൻറ്റ് വിസയിലും ഒത്തിരി വിസയിലും ഈ ജർമ്മനിക്ക് മാത്രമല്ല ഒത്തിരി യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകുന്ന കുട്ടികളും അതുപോലെ വർക്ക് ചെയ്യാൻ പോകുന്നവരും അതുപോലെ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ ഒരു ടൈറ്റും എല്ലാം. അപ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ എന്താ പറയുക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഈ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജർമ്മനിയിൽ ഇപ്പോൾ പുതിയ വിസകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ വർക്ക് പെർമിറ്റും അങ്ങനെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള വിസകളും ഒത്തിരി എന്താ പറയുക ഒത്തിരി ചാൻസസ് ഒക്കെ ഇപ്പോൾ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതലും പേര് ജർമ്മനിയിലോട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ VFSൽ എന്താ പറയുക അത്രയും ടൈറ്റ് ആയിരിക്കും. ഒത്തിരി പേര് ഒരു രാജ്യത്തോട്ട് വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അതനുസരിച്ചുള്ള നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള ചാൻസസും വളരെ കുറവാണ്. ചാൻസസ് എന്നുവെച്ചാൽ അപ്പോയിൻമെൻറ്റ് കിട്ടില്ലെന്നല്ല പറഞ്ഞാൽ കുറച്ച് ലാഗാവും. അത് നമ്മൾ സമാധാനത്തോടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നമ്മൾ എന്താ പറയുക ഫസ്റ്റത്തെ നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാം ആൻഡ് കൂളായിട്ടിരിക്കുക. എനിക്കറിയാം അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നാട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ നമുക്ക് ഫ്രസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഈ VFSൽ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഏജൻസിക്കാരുടെ കയ്യിലും നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ VFSൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഏജൻസി പോകുന്നതിന് മുന്നേ നിങ്ങൾ തന്നെ നമുക്ക് സ്വയം VFSൽ അപ്പോയിൻമെൻറ്റ് എടുക്കാം. നമ്മുടെ ഇമെയിൽ IDയും അല്ലെങ്കിൽ ഫോൺ നമ്പറും അതിൻ്റെ OTP അതൊക്കെ മതി എന്നാണ് ഇമെയിൽ IDയും പാസ്വേഡും മാത്രം മതി എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഞാൻ ചെയ്ത ടൈമിൽ എൻ്റെ ചേച്ചിയായിരുന്നു എനിക്ക് എടുത്തു തരാൻ നോക്കിയിരുന്നത്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴും അതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് എടുത്ത സമയത്ത് അവർ വെച്ചാൽ അവരുടെ സൈറ്റിൽ അപ്രൂവൽ കാണിച്ചു. ഓക്കെ നിങ്ങൾക്ക് ഇന്നതുപോലെ അപ്രൂവൽ കാണിച്ചു. പക്ഷേ എൻ്റെ ഇമെയിൽ IDയിലോട്ട് എനിക്ക് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് കൺഫേം ആയി എന്ന് പറഞ്ഞിട്ടൊരു മെയിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഏജൻസിയിൽ ഇത്ര ലാഗാണെന്നാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതുള്ളൂ. നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഫസ്റ്റ് ഏജൻസിയിൽ വരുന്നതിന് മുന്നേ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏജൻസിനോട് പറയാം ചേച്ചി ഞാൻ എന്നുള്ള VFSൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്, എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞാലും അതും ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും VFSൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര നേരം വേണം വെയിറ്റ് ചെയ്യാൻ ഓക്കെയാണ്. പക്ഷേ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ പൊതുവേ നമുക്ക് കുറച്ച് ക്ഷമ കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ കേട്ടോ, ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ ഉൾപ്പെടെ അങ്ങനെയായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്ഷമയാണ് ആക്ച്വലി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ VFSൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് വെബ്സൈറ്റിൽ നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുന്ന സമയത്ത് അതിന് കുറേ സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരാൾ തന്നെ ഒത്തിരി ബൾക്കായിട്ടുള്ള എന്താ പറയുക VFS അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് അത് മറിച്ച് കൊടുക്കാനുള്ള കുറേ ചാൻസസ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ സെക്യൂരിറ്റീസ് ഭയങ്കര ഇതാക്കിയേക്കാണ്. അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടും, എന്നാൽ ചില സമയത്ത് അത്ര എളുപ്പത്തിൽ കിട്ടത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് അയാളുടെ ഒരു VFSൽ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അത് പെട്ടെന്ന് സൈറ്റിൽ കാണിക്കും. എന്നാൽ ചില സമയത്ത് അത് സൈറ്റിൽ കാണിക്കാറില്ല. അപ്പോൾ അങ്ങനെയും കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ എൻ്റെ ചേച്ചി യൂറോപ്പിലാണ്. അങ്ങനെ മൊത്തത്തിലൊരു പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എനിക്കറിയാം VFSലെ കാര്യം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാവും ഇത് അത്ര എളുപ്പമുള്ളതാണോ അതോ നല്ല പാടായിട്ടുള്ള കാര്യമാണെന്ന്. ഞാൻ
പറയുകയാണെങ്കിൽ ചില സമയത്ത് അത് ഓക്കെയാണ്, ചില സമയത്ത് നമുക്ക് ഓക്കെ ചടപടയുന്നതെല്ലാം നടക്കുകയാണ്, ചില സമയത്ത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ എനിക്ക് അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഏജൻസി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ് നിങ്ങൾക്ക് ഫാമിലിനെ റെഡിയാക്കി എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് അവസാനം പറയണം ഓക്കെ എനിക്ക് VFSൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാനാണ്, നമുക്കിനി കുറച്ചുകൂടി ലാഗ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്കത് വിശ്വസിക്കാം. കാരണം ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അവസാനത്തെ ഈ ഒരു പോയിന്റ് മാത്രമാണ് ഓക്കെ നമുക്കത് ട്രസ്റ്റബിൾ ആണ്. ഞാൻ പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഒരു ഏജൻസി പറയുന്നത് ഫോളോ അപ്പ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ അതല്ല, നിങ്ങൾക്കൊന്നും റെഡിയാക്കി തന്നിട്ടില്ല എന്നിട്ടാണ് നിങ്ങളിങ്ങനെ ഇട്ടിട്ട് ലാഗാക്കിയിരുന്നെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ എന്തോ ഒന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എൻ്റെ ഒരു വിശ്വാസം, നിങ്ങൾ തുടക്കത്തിലെ ഏജൻസികൾക്ക് ഫുൾ എമൗണ്ട് കൊടുത്തിട്ടല്ല സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ടെൻഷൻ അടിക്കാനുണ്ടാവും. പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള ഏജൻസീസ് എല്ലാം ഇങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് പൈസ മേടിക്കുക. വിസ കിട്ടിക്കഴിഞ്ഞിട്ടൊരു പൈസ അങ്ങനെയാണ് മേടിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഓക്കെ നമുക്കത് വിശ്വസിക്കാം. ഇപ്പോൾ ഈ ഒരു VFSൻ്റെ കാര്യം മാത്രമേ പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തുടക്കത്തിൽ നിങ്ങളോട് ഫുൾ എമൗണ്ട് മേടിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിങ്ങിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. കാരണം അത് അത്ര ട്രസ്റ്റബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ അതേസമയം ഫാമിലീനെ ഫൈൻഡ് ചെയ്ത് അത് സെറ്റായി കഴിയുമ്പോൾ ഒരു എമൗണ്ട്, അത് കഴിഞ്ഞിട്ട് VFSൽ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ നേരത്തെ ഒരു എമൗണ്ട്, VFSൽ അപ്പോയിൻമെൻറ്റ് എടുത്ത് കഴിഞ്ഞ് നിങ്ങളുടെ വിസ കൈ കിട്ടുമ്പോൾ ഒരു എമൗണ്ട്, അങ്ങനെയൊക്കെയാണെങ്കിൽ ഓക്കെ നമുക്കൊരു അത്യാവശ്യം അത് വിശ്വസിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഏറ്റവും തുടക്കത്തിലെ ഒരു ഫുൾ എമൗണ്ട് മേടിച്ച് നിൽക്കുന്ന ഒരു ഇതിനോട് എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ അതാണ്. കാരണം നമുക്ക് ഒരു ടെൻഷനായിരിക്കും, ദൈവം ഇത് നടക്കുമോ എന്നൊക്കെ ഉള്ളത്. അതേസമയം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മേടിക്കാൻ അത്യാവശ്യം വിശ്വസിക്കാൻ പറ്റും. കാരണം അങ്ങനെയാണെങ്കിൽ അവർക്ക് അങ്ങനെ മേടിക്കേണ്ടത്, നമ്മളെ പറ്റിക്കാനാണെങ്കിൽ അവർക്ക് അങ്ങനെ മേടിക്കേണ്ട ഒരു കാര്യം. ഇനി ഈ പറഞ്ഞാൽ കുറേ പിള്ളേർ, അതായത് കുറേ കുട്ടികൾ ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഇപ്പോൾ അവർ ഈ ഏജൻസി VFSൽ അപ്പോയിൻമെൻറ്റ് പറഞ്ഞ് ലാഗ് ആക്കുക എന്ന് പറഞ്ഞിട്ട് വേറൊരു ഏജൻസിയിലോട്ട് പെട്ടെന്ന് എടുത്ത് ചാടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പിന്നെ ആദ്യം തൊട്ടേ എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ അതെന്താ, ഈ ഒരു VFSൽ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ സമയവും നിങ്ങളുടെ എല്ലാം നഷ്ടമാണ് മൊത്തത്തിൽ പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ അതും ശ്രദ്ധിക്കണം. ഒരു VFSൽ ഒരു ടൈമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ മസ്റ്റായിട്ട് അവിടെ നിൽക്കുക, ബാക്കിയെല്ലാം ഓക്കെയാണ് പക്കയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതല്ല ഈ പറയുന്നത് പോലെ VFSൽ അപ്പോയിൻമെൻറ്റ് ഇവർ തല്ലിപ്പൊളിയാണ്, ഇവരെ വിശ്വസിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞിട്ട് ഉടനെ അടുത്ത് ചാടുമ്പോൾ അത് നിങ്ങളുടെ ടൈം എക്സ്ട്രാ ഇതിലും പിന്നെയും പോയിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. കാരണം ഈ ഒരു ടൈം തന്നെ ചിലപ്പോൾ ഈ വരുന്ന അടുത്ത ഏജൻസിക്കും ചിലപ്പോൾ എടുത്തുനിന്നിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഓക്കെ നിങ്ങൾക്ക് തന്നെ ഒരിതുണ്ട് ഓക്കെ എനിക്ക് ഈ ഒരു ഏജൻസി പറ്റില്ലെന്നാണെങ്കിൽ നിങ്ങളൊരു അടുത്ത ഏജൻസിയിൽ കയറുന്നതിന് മുന്നേ അവരോട് പേഴ്സണലായിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കുക നിങ്ങളുടെ VFSൽ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന രീതികളൊക്കെ എങ്ങനെയാണ്, എത്ര നാളുകൾക്കുള്ളിൽ നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ട് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ല ഈ ഒരു ഏജൻസി നിങ്ങൾക്ക് പറ്റില്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പുറത്തോട്ട് മാറാം. അങ്ങനെയാണെങ്കിൽ അത് ഓക്കെയാണ്. അതല്ലാതെ നിങ്ങൾ പെട്ടെന്നൊരു എടുത്തിയാടി ഒരു തീരുമാനം എടുക്കുന്നതിലോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾക്ക് പിന്നെയും ടൈമും എല്ലാം നഷ്ടമാകും എന്നാണ് ഞാൻ പറയുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറൊരു വഴി പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു ഏജൻസി ഫേക്ക് ആണോ അല്ലോ നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു ഏജൻസിയിലോട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അവരോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങൾ മുന്നേ പ്രോസസ്സിങ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള കുട്ടികളുടെ നമ്പറോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID അങ്ങനെ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചാൽ മിക്ക ഏജൻസീസ് അത് തരാറുണ്ട്. ഓക്കെ, അങ്ങനെയാണ് അവരോട് മെസ്സേജ് അയച്ച് അവരോട് ചോദിക്കുക എങ്ങനെയായിരുന്നു കാര്യങ്ങൾ, ഓക്കെ ആണോ, നിങ്ങൾക്കിപ്പോൾ അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് വിശ്വസിക്കാം. പിന്നെ അടുത്തൊരു വഴി ഏജൻസി ഫേക്ക് ആണോ അല്ലോ എന്ന് അറിയാനുള്ളൊരു വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഏജൻസിയിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഏജൻസി ഓക്കെ ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആ ഒരു ഏജൻസിനെ പറ്റി മാക്സിമം അറിയാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ മുന്നേ സക്സസ്ഫുള്ളി പോയിട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ നമ്പർ ചോദിച്ചാൽ മിക്ക കുട്ടികളും അവരുടെ നമ്പർ കൊടുക്കേണ്ടതായിരിക്കും പറയാം. അപ്പം നിങ്ങൾ അല്ലാതെയുള്ള വഴികൾ നോക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID അതല്ലാതെ അവരോട് ചാറ്റ് ചെയ്യാൻ പറ്റിയ രീതികളൊക്കെ ചോദിച്ചറിഞ്ഞ് ഓക്കെ എന്നിട്ട് അവരോട് ചോദിക്കുക നിങ്ങൾക്ക് VFSൽ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാൻ നേരത്തെ എങ്ങനെയായിരുന്നു, നമുക്കിത് വിശ്വസിക്കാൻ പറ്റും, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ചേട്ടൻ എത്ര നാൾ ഡിലേ ആയിരുന്നു, അത് എത്ര നാളുകൊണ്ട് നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റി എന്നൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് പേഴ്സണലി ഉണ്ടാവും, അതെല്ലാം ചോദിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഈ ചെയ്യാൻ പോകുന്ന ഏജൻസിനെ നിങ്ങൾ മാക്സിമം തുടക്കത്തിൽ നിങ്ങൾ ചാടിക്കയറി കൊടുക്കുക, നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുക, അവരെ പറ്റി നല്ലോണം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഏജൻസിയിൽ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. അതാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും.
ഇപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ ഒരു VFSൽ തുടക്കത്തിലൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ഏജൻസീസ് ഉണ്ട്. അങ്ങനെ ചെയ്താൽ ഓക്കെയാണ്. VFSൽ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഏജൻസിയിൽ നിന്ന് വേറൊരു ഏജൻസിയിലോട്ട് ചാടി കളിക്കരുത്. കാരണം നിങ്ങളുടെ ടൈം മാത്രമേ പോകുള്ളൂ, വേറെ ആർക്കും ഒന്നും പറ്റാനില്ല. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. VFSൽ ഒരു കാര്യം ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. VFSലെ കാര്യം മാത്രം പറയുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഏജൻസിനെ വിശ്വസിക്കാം. അതല്ലെന്നാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുള്ള അടുത്ത നടപടികൾ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യവും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല, എനിക്ക് റിപ്ലൈ ചെയ്തതൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നും മനസ്സിലായെന്നും എല്ലാം ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.